ശ്രീജിത്ത് പണിക്ക, നോക്കൂ, എത്ര വലിയ കുറ്റകൃത്യം ചെയ്താലും അത് നോർമലൈസ് ചെയ്യപ്പെടുകയാണ്, അല്ലേ? സാധാരണവൽക്കരിക്കപ്പെടുകയാണ്. അതുപോലെ എത്ര വലിയ കൊടും കുറ്റവാളികളാണെങ്കിലും അവരെ വിശുദ്ധന്മാർ ആക്കുകയാണ്, അല്ലേ? അപ്പോൾ ഇപ്പോൾ നോക്കൂ, സമീപകാല സംഭവങ്ങളെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിലൊന്നും വലിയ കുഴപ്പമില്ല എന്ന് സാധാരണ മലയാളികൾ ചിന്തിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ കൊണ്ട് കെട്ടുകയാണ്. അങ്ങനെയല്ലേ രക്ഷപ്പെടുന്നത് CPM? തീർച്ചയായിട്ടും. ഞാനതിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ മോൻസി എന്നോട് ഡയറക്റ്റായിട്ടുള്ള ഒരു ചോദ്യം അദ്ദേഹം ചോദിച്ചിരുന്നു. ഏറെക്കുറെ ഞാൻ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം വിശ്വാസ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും അദ്ദേഹം ചോദിച്ച ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് പോകാം. അദ്ദേഹം പറഞ്ഞത്, കേരളം ഇന്ത്യയുടെ ഭാഗമായതുകൊണ്ട് നമ്മുടെ സംസ്ഥാന ഭരണത്തെ നിയന്ത്രിക്കുന്ന ആൾക്കാർ, അവരുടെ തൽപര കക്ഷികളായിട്ടുള്ള ആൾക്കാർ എന്ത് തോന്നിവാസം കാണിച്ചാലും അതിൽ ഈ കേന്ദ്ര സർക്കാരിന് ഇടപെടാൻ സംവിധാനമൊന്നുമില്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ശ്രീ മോൻസി, നമ്മുടെ ഭരണഘടനയുടെ 7ാമത്തെ ഷെഡ്യൂളിൽ 2ാമത്തെ ലിസ്റ്റായിട്ടുള്ള സ്റ്റേറ്റ് ലിസ്റ്റിലെ 1ഉം 2ഉം എൻട്രികളാണ് പോലീസും പബ്ലിക് ഓർഡറും. അതിലെ 4ാമത്തെ എൻട്രിയാണ് പ്രിസൺ അഡ്മിനിസ്ട്രേഷൻ. എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിന് ഇടപെടാൻ കഴിയില്ല എന്നാണ്. നമ്മുടെ നാട്ടിലെ പോലീസിങ്ങുമായി ബന്ധപ്പെട്ട്, നമ്മുടെ നാട്ടിലെ ലോ ആൻഡ് ഓർഡറുമായി ബന്ധപ്പെട്ട്, നമ്മുടെ നാട്ടിലെ ജയിൽ ഇൻമേറ്റ്സുമായി ബന്ധപ്പെട്ട്, പ്രിസൺ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് എക്സ്ക്ലൂസീവ് അതോറിറ്റി എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല എവിടെയും സ്റ്റേറ്റ് ലിസ്റ്റ് അനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ്. അതിന് മുകളിലേക്ക് ഒരു കൺട്രോളും പോലീസിംഗിലാണെങ്കിലും പബ്ലിക് സേഫ്റ്റി മെയിൻ്റനൻസിലാണെങ്കിലും ഇടപെടാനായിട്ട് കേന്ദ്ര സർക്കാരിന് അധികാരമില്ല. ഇനി ഏതെങ്കിലും ഒരു കാരണവശാൽ അങ്ങനെ ഇടപെടണമെന്നുണ്ട് എങ്കിൽ അതിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറിയുടെ ബ്രേക്ക് ഡൗൺ ഉണ്ട് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഉപയോഗിക്കുന്ന ഭരണഘടനാ പ്രൊവിഷൻ ഏതാണ് എന്നും അവിടെയുള്ള സ്റ്റേറ്റ് ഗവൺമെന്റിന് എന്താണ് സംഭവിക്കുക എന്നും താങ്കൾക്കറിയാം. അങ്ങനെ ഒരു നടപടിയിലേക്ക്, സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടുന്ന രീതിയിലത്തേക്കുള്ള ഒരു നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ വന്നാൽ അതിനെ താങ്കളുടെ പാർട്ടിയായിട്ടുള്ള RMP പോലും പിന്തുണയ്ക്കും എന്ന് ഞാൻ കരുതുന്നുമില്ല. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയുള്ള ഒരു ചർച്ചയിൽ നമുക്ക് ആലങ്കാരികമായിട്ട് ചോദിക്കാം എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ നിയമം പ്രവർത്തിക്കുന്നത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രവർത്തിക്കുന്നത് ഈ രീതിയിലല്ല എന്ന് താങ്കൾ അറിയേണ്ടതാണ്. മറ്റൊരു കാര്യം കൂടി താങ്കൾ പറഞ്ഞു, അതും കൗതുകരമായിട്ട് എനിക്ക് തോന്നി. കാരണം NIA കോടതി ഒരു കേസിൽ ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉള്ള നാടാണിത് എന്ന് പറഞ്ഞു. താങ്കൾ ആ പറഞ്ഞത് രസകരമാണ്. പക്ഷെ അതിലൊരു ചെറിയ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുള്ളത്, NIA കൺട്രോൾ ചെയ്തിരിക്കുന്നത് ഏത് സംവിധാനമാണെന്ന് നമുക്കറിയാം. NIA അവിടെ കസ്റ്റഡി ആവശ്യപ്പെട്ടിട്ടില്ല എങ്കിൽ നിശ്ചയമായിട്ടും അവർക്ക് ജയിലല്ല ബെയിൽ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മളവിടെ കോടതിയിൽ ഉണ്ടായിരിക്കുന്ന നടപടിക്രമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട ആ കേസിൽ കസ്റ്റഡി ആവശ്യപ്പെട്ടില്ല. ഫോർമലായിട്ടുള്ള ഒരു എതിർപ്പ് NIAയുടെ ഭാഗത്ത് നിന്ന് ഈ ബെയിലിനെതിരെ ഉണ്ടായിരുന്നുവെങ്കിലും കസ്റ്റഡി അവർ ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് ഓർഡറിൽ പറയുന്നുണ്ടായിരുന്നു. കസ്റ്റഡി ആവശ്യപ്പെടാത്തതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അവർക്ക് ജാമ്യം കിട്ടിയത്. എന്ന് വെച്ചാൽ അതിന് നേരിട്ട് NIA കോടതിയെ സ്വാധീനിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രമിക്കണമെന്നില്ല. മറിച്ച് അന്വേഷണ ഏജൻസി കസ്റ്റഡി ചോദിച്ചിട്ടില്ല എങ്കിൽ ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. താങ്കൾക്ക് അറിയാവുന്നതുപോലെ ബെയിൽ നോട്ട് ജയിൽ ഈസ് ദ നോം എന്നാണ് നമ്മുടെ നാട്ടിലെ നീതി നിർവഹണ സംവിധാനം തന്നെ പറയുന്നത്. ഇനി ശ്രീ അനിലിന്റെ ആ ചോദ്യത്തിലേക്ക് വന്നാൽ, നിശ്ചയമായും ഞാൻ പലപ്പോഴും കരുതുന്നത്, അതിന്റെ ഒരു ഭാഗം ശ്രീ മോൻസി ഇതിനോടകം തന്നെ പറഞ്ഞു, പല ചർച്ചകളിലും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എന്തെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിസമോ എന്തെങ്കിലും തരത്തിലുള്ള മാർക്സിസമോ ഒക്കെ തന്നെ ഇന്ന് അവർ പ്രദർശിപ്പിക്കുന്നുണ്ട് എന്ന് ആത്മാർത്ഥമായിട്ടും കരുതാത്ത ഒരാളാണ് ഞാൻ. പലപ്പോഴും പല കാര്യങ്ങളിലും ഒരു വലത് വ്യതിയാനം ഉണ്ടായിട്ടുണ്ട്. കൺവെൻഷനലായിട്ട് ഇടതുപക്ഷം സ്വീകരിച്ചിരിക്കുന്ന പല നിലപാടുകളെയും അവരെന്നോ കാലത്ത് തന്നെ കുഴിച്ചു മൂടുകയോ വെള്ളം ചേർത്ത് വിഴുങ്ങുകയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ അവർ പണ്ട് 90കളിൽ 2000കളിലൊക്കെ തന്നെ എടുത്തിരുന്ന പല നിലപാടുകളും ഇന്ന് തിരുത്തി ഒരു വലതുപക്ഷ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ എടുക്കുന്നത്. ഒരു വലതുപക്ഷ പാർട്ടി വലത് നയങ്ങൾ സ്വീകരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം, കാരണം ഐഡിയോളജിക്കലി അങ്ങനെയാണ്. പക്ഷെ ഇടതുപക്ഷമാണ് എന്ന് പറയുകയും ഇടതുപക്ഷമാണ് എന്ന രീതിയിൽ പ്രചരണം നടത്തുകയും ഇടതുപക്ഷമാണ് എന്ന രീതിയിലത്തേക്കുള്ള പ്രൊപ്പഗണ്ട നടത്തുകയും ചെയ്തതിന് ശേഷവും വലതുപക്ഷ നയങ്ങളാണ് നടപ്പാക്കാനായിട്ട് ശ്രമിക്കുന്നത് എങ്കിൽ അത് ഇരട്ടത്താപ്പാണ്. അതല്ല എങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കാലിക പ്രസക്തി നഷ്ടപ്പെട്ടു എന്നുള്ള തിരിച്ചറിവ് അവർക്ക് തന്നെ ഉണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പല നയങ്ങൾ, ഞാനിപ്പോൾ ഈ ചർച്ചയിൽ ഇത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ സ്വാശ്രയ വിദ്യാഭ്യാസം ഉൾപ്പെടെ പല വിഷയങ്ങളും, സ്വകാര്യ മേഖലകളിലുള്ള പല വിഷയങ്ങളും ഒക്കെ തന്നെ നമുക്കത് പറയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ശ്രീ അനിൽ, താങ്കളുടെ ചോദ്യത്തിന്റെ മറുപടിയായിട്ട് ഞാൻ കരുതുന്നത്, ഇവിടെ ജനങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നതിനെക്കുറിച്ച് ഒരു തരത്തിലുള്ള ബോധറേഷനും ഇല്ലാത്തൊരു പാർട്ടിയാണ് CPM. അത് നമുക്ക് വളരെ കൃത്യമായിട്ട് ഇതിനോടകം തന്നെ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ നമ്മളൊക്കെ തന്നെ വിഡ്ഢികളുടെ ലോകത്താണ് കഴിയുന്നത് എന്ന് പറയേണ്ടി വരും.
കാരണം നമ്മുടെ നാട്ടിൽ നടപ്പാക്കാനായിട്ട് ശ്രമിച്ചിരിക്കുന്ന പല നിയമങ്ങൾ ആലോചിച്ച് നോക്കുക. എല്ലായ്പ്പോഴും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊണ്ടത് എന്ന് സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്ന പുരപ്പുറത്ത് നിന്ന് വിളിച്ചു പോകുന്ന പാർട്ടിയാണ് CPM. എന്നിട്ട് അതേ CPM തന്നെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു മാധ്യമ മാരണ നിയമം വരെ പോലീസ് ആക്ടിൽ ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചതാണ്. അവസാനം അല്പമെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിസം അവശേഷിച്ചിരിക്കുന്ന ഇടതുപക്ഷത്തു നിന്നുള്ള കുറേയധികം ആൾക്കാർ കൂടി എതിർത്ത ഒരു സാഹചര്യത്തിൽ അതിനെ പിൻവലിക്കേണ്ടി വന്നു. എന്ന് വെച്ചാൽ ഇതൊക്കെ ചർച്ചയാകുമെന്നും ഈ രീതിയിലത്തേക്കുള്ള കാടൻ നിയമങ്ങൾ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് എതിർക്കപ്പെടുമെന്നും അറിഞ്ഞിട്ടുകൂടി സർക്കാരിന്റെ പ്രതിച്ഛായയോ മറ്റു കാര്യങ്ങളോ ജനങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നതിനെക്കുറിച്ച് ഒരു ബോധറേഷനും ഇല്ലാത്തൊരു പാർട്ടിയാണ്. ഇപ്പോഴും അവർ ഭരിക്കുന്നത് സത്യത്തിൽ നമ്മളൊക്കെ എന്ത് ചിന്തിക്കുമെന്നോ നമുക്കൊക്കെ എന്ത് നൽകാൻ കഴിയുമെന്നോ ഉള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലല്ല. പാർട്ടിയെ എങ്ങനെ വളർത്താം, പാർട്ടിക്കാരെ എങ്ങനെ സംരക്ഷിക്കാം എന്നത് മാത്രമാണ് അവരുടെ അജണ്ട. അതല്ല എങ്കിൽ ഇത്ര ഓപ്പണായിട്ട് പ്രതികൾക്ക്, ജയിൽ പുള്ളികൾക്ക് ഒക്കെ തന്നെ സഹായം നൽകുന്ന രീതിയിലത്തേക്കുള്ള ഒരു സംവിധാനം വേറെ എവിടെ സാധ്യമാകും? നമ്മൾ ഈ പറയുന്നത് പോലെ കൊലക്കേസിൽ പ്രതികളായിട്ട് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ആൾക്കാർ മരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി തന്നെ അവരെ അനുസ്മരിച്ചുകൊണ്ട് കാവ്യങ്ങൾ എഴുതുകയാണെന്നേ. മുഖ്യമന്ത്രി, ആ മന്ത്രിസഭയിലുള്ള മറ്റു മന്ത്രിമാർ ഇവരൊക്കെ തന്നെ കാവ്യങ്ങൾ എഴുതി കൂട്ടുകയാണ്. മറ്റുള്ള പല ആൾക്കാർക്കും കോവിഡ് കാലത്ത് നിയന്ത്രണം ഉണ്ടായിരുന്ന സമയത്ത് പോലും ഇങ്ങനെയുള്ള ചില ആൾക്കാരുടെ മരണാനന്തര ചടങ്ങുകളിൽ പോലും ഒരു നിയന്ത്രണവും ഇല്ലായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ കുറേയധികം റൂൾസ് ഉണ്ടാക്കുകയും ഒരു വിഭാഗത്തിന് മാത്രം എല്ലാ കാര്യത്തിലും പെർമനന്റ് ആയിട്ടുള്ള സ്ഥായി ആയിട്ടുള്ള ഒരു എക്സംഷൻ നൽകുകയും ചെയ്തു എന്ന് വെച്ചാൽ അവർ ഭരിക്കുന്നത് ഈ ഒരു കൂട്ടർക്ക് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇവിടെ ഞാൻ എന്ത് ചിന്തിക്കുന്നുവെന്നോ ശ്രീ അനിൽ നമ്പ്യാർ എന്ത് ചിന്തിക്കുന്നുവെന്നോ സാധാരണക്കാരൻ എന്ത് ചിന്തിക്കുന്നുവെന്നോ ഒന്നും അവർക്കൊരു ബോധറേഷനുമില്ല. ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ആ സംഭവം ഒരുപക്ഷെ കേരളത്തിൽ മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയേക്കാൾ കൂടുതൽ സമർത്ഥമായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാവുന്നത് ഇടതുപക്ഷക്കാർക്കാണ്. കാരണം അവർക്ക് എല്ലാ സ്ഥലങ്ങളിലും താഴെ തട്ട് വരെയുള്ള പ്രവർത്തകരുണ്ട്, താഴെ തട്ടിൽ വരെ ആൾക്കാരെ ലോക്ക് ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള കുറേയധികം സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് ആ ഒരു മെഷീനറി ചലിപ്പിക്കാനായിട്ട് അവർക്ക് കഴിയും. അതുകൊണ്ട് എത്ര ആരോപണം നേരിട്ട് കഴിഞ്ഞാലും ഒരു സർട്ടൻ നമ്പർ ഓഫ് സീറ്റ്സ് അവർ എല്ലായ്പ്പോഴും നേടും എന്നതിനെക്കുറിച്ച് നമുക്കറിയാം. അപ്പൊ ആ ഒരു സംവിധാനം അവർക്കുള്ളപ്പോൾ പിന്നെ അതിൽ നിന്ന് കൂടുതലായിട്ട് ആൾക്കാരെ ചേർക്കുന്നതിന് വേണ്ടിയിട്ടോ അതിന്റെ ശക്തി ശോഷിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടോ എന്തൊക്കെ കളികളാണ് കളിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രത്തിൽ ലോക്സഭയിലേക്ക് സീറ്റുകൾ ഇല്ലാതെ പോകുമ്പോഴോ തുടർച്ചയായിട്ടുള്ള 2 തെരഞ്ഞെടുപ്പിൽ ഒരു തവണ ആരുമില്ല, അടുത്ത തവണ ഒരാൾ മാത്രം എന്ന രീതിയിലത്തേക്ക് വരുമ്പോൾ പോലും അവർക്ക് അതിനെപ്പറ്റി വലിയ തല പുകയ്ക്കേണ്ടെന്ന് ആവശ്യമില്ലാത്തത് കൊണ്ടാണ്. കാരണം അവർക്കറിയാം കേന്ദ്രത്തിനെ സംബന്ധിച്ചിടത്തോളം ദ റൈറ്റിംഗ് ഈസ് ഓൾറെഡി ഓൺ ദ വാൾ, ഇതിൽ കൂടുതൽ നമുക്കൊന്നും ചെയ്യാനില്ല. അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഇനി അവർ ശ്രമിക്കുന്നത് ഈ സംസ്ഥാനത്തെ ഭരണം നിലനിർത്തുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ട് അവരുടെ ഈ ഒരു സംവിധാനത്തിനെ അതിനെ കൂടുതൽ ബലപ്പെടുത്തി നിർത്തുക, അതിലുള്ള ആൾക്കാർക്ക് കൂടുതലായിട്ടുള്ള സർവീസസ് കൊടുക്കുക, അവരെ സേവിക്കുക എന്നതിനപ്പുറത്തേക്ക് പൊതുജന സേവനമാണ് നിലവിലത്തെ ഇടതുപക്ഷ സർക്കാരിന്റെ നയം എന്ന് നമ്മൾ ആരും ഇനി ചിന്തിക്കേണ്ടതില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ മാനവികതയുടെ മുഖമായി കരുതപ്പെട്ട ശ്രീമതി KK ശൈലജ ഇങ്ങനെ ഒരു ചടങ്ങിൽ പോകുമോ? CCTV ഇന്ന് ഈ ലോകത്ത് എല്ലാ സ്ഥലങ്ങളിലും മുക്കിലും മൂലയിലും വരെ ഉണ്ട് എന്നറിയാമായിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ജയിലിൽ മൊബൈൽ ഫോൺ യൂസ് ഉൾപ്പെടെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് TP കേസിലെ പ്രതികൾ പലപ്പോഴും ഇങ്ങനെ സംശയത്തിന്റെ നിഴലിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് പരസ്യമായിട്ട് റോഡിൽ വെച്ചിട്ട് വെള്ളമടിക്കാനുള്ള സംവിധാനമൊക്കെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് തരത്തിലുള്ള നിയമവാഴ്ചയാണ് ഇവർ നോക്കുന്നത്? അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ശ്രീ മോൻസി പറഞ്ഞതുപോലെ ഇവിടെ ലോ ആൻഡ് ഓർഡറേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം സർക്കാരിനെ പിരിച്ചുവിടേണ്ടുന്ന നടപടിയിലേക്കൊക്കെ പോകേണ്ടി വരും. പക്ഷെ അതിന് ഇന്നിപ്പോ അത് വരണം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഇടപെടണം എന്ന് പറയുന്ന ആൾക്കാരും ആ സമയത്ത് എണീറ്റ് നിന്ന് അതിനെതിരെ മുദ്രാവാക്യം വിളിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. അല്ലാതെ അതിനൊന്നും തന്നെ ഒരു തരത്തിലുള്ള സർവ്വ സ്വീകാര്യതയൊന്നും തന്നെ കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.